നേഹ മാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. പിമ്പിൾ അക്കാഡമി സംഘടിപ്പിക്കുന്ന ട്രെയിനിങ് സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് സ്നേഹകാവ്യ. ഞാനൊരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കറാണ്. മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക് സോഷ്യൽ വർക്ക് മേഖലയിൽ 2 വർഷത്തിലധികം പ്രവൃത്തി പരിചയമുണ്ട്. കോഴിക്കോട് ജില്ലയാണ് എൻ്റെ സ്വദേശം. നിലവിലെ വിമ്പിൾ അക്കാഡമിയുടെ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സിലെ 24ാം ബാച്ചിലെ ഒരു ട്രെയിനിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വിമ്പിൾ അക്കാഡമി സംഘടിപ്പിക്കുന്ന ഈ ഒരു ട്രെയിനേഴ്സ് സ്റ്റോക്കില് അവതാരകരായി എത്തുന്നത് നമ്മളുടെ എല്ലാവരെയും ബാച്ച്മേറ്റ്സ് തന്നെയാണ്. അപ്പം എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു സോഷ്യൽ വർക്കറാണ്. എൻ്റെ ഒരു പാഷനായിരുന്നു ഒരു സോഷ്യൽ വർക്കറായി മാറുക എന്നുള്ളത്. അപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് സമൂഹത്തിൽ വൾണറബിൾ ആയിട്ടുള്ള വിവിധ മേഖലയിലുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കുട്ടികൾ, പ്രായമായിട്ടുള്ള ആൾക്കാർ, ക്യാൻസർ പേഷ്യൻസ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെറിയൊരു കരിയർ ഗ്യാപ്പ് എടുത്ത സമയത്താണ് വിമ്പിൾ അക്കാഡമിയുടെ ഈ ഒരു കോഴ്സിനെ പറ്റി അറിയാൻ ഇടയായത്. അങ്ങനെ ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പ്രസന്റേഷൻ സ്കില്ല്, പിന്നെ ഒരു പ്രൊഫഷനിൽ നമ്മൾ എങ്ങനെ മ്യൂച്വൽ റെസ്പെക്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് ഈ അക്കാഡമിയുടെ ഒരു സർവീസ് പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പം ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു സെഷൻ അവതരിപ്പിക്കാൻ എത്തിയിരിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സന്ധ്യ മാമാണ്. സന്ധ്യ നാരായണൻ മാമാണ്. 24ാം ബാച്ചിലുള്ള ഒരു മെമ്പറാണ് മാം. മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മാം ഇടുക്കി ജില്ലയിലെ തൊടുപുഴയാണ് മാമിന്റെ സ്വദേശം. മാം ഒരു ടീച്ചറും ട്രെയിനറും ആണ്. കേരള സർക്കാർ പദ്ധതിയായ YIP, അതായത് യങ് ഇന്നൊവേഷൻ പ്രോഗ്രാമിൽ ട്രെയിനറായി പ്രവർത്തിച്ചു വരികയാണ് മാം നിലവിൽ. MA ഇൻ ഇംഗ്ലീഷ്, BEd ഇൻ ഇംഗ്ലീഷ് യോഗ്യതകൾ നേടിയിട്ടുള്ള മാം ലേണിംഗ് ഡിസേബിലിറ്റി, കൗൺസിലിംഗ് എന്നീ മേഖലകളിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ MG യൂണിവേഴ്സിറ്റിയിൽ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗും MA സൈക്കോളജിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മാം. ഇന്ന് മാം അവതരിപ്പിക്കുന്ന വിഷയം വളരെയധികം ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. ആ വിഷയം ഇതാണ്: പാരന്റൽ ഇൻവോൾവ്മെന്റ് ഇൻ ദി ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റുഡൻസ്. അതായത് വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിൽ മാതാപിതാക്കളുടെ പങ്കാളിത്തം. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തില് ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹിക സ്ഥാപനമാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബത്തിലെ ഫസ്റ്റ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്, അധ്യാപകരും അധ്യാപിക എന്ന് പറയുന്നത് നമ്മളെ പാരന്റ്സ് ആണ്, അല്ലെ? അവർ ഫസ്റ്റ് ടീച്ചേഴ്സ് ആർ അവർ പാരന്റ്സ്. അപ്പം അവർക്ക് നമ്മളുടെ വ്യക്തിത്വ വികസനത്തിനും നമ്മൾ എന്ന വ്യക്തിയെ മോൾഡ് ചെയ്തെടുക്കുന്നതിനും നമ്മളുടെ ഓരോ വളർച്ചയിലും എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയും, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം പങ്കുണ്ട്, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ചർച്ച ചെയ്യുന്ന വളരെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഇത്. മാമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും, കാരണം നിലവിൽ മാം ആ മേഖലയുമായി ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതൊരു വളരെയധികം വാല്യുബിൾ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. അങ്ങനെ ഞാൻ അധികം സമയം എടുക്കുന്നില്ല. അപ്പം ഈ ഒരു സെഷൻ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനായി മാറ്റാൻ മാമിന് സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യാൻ മാമിനെ ഞാൻ ക്ഷണിക്കുന്നു. I would like to hand over to you, ma'am. Thank you. Thank you, Sneha ma'am. Good evening to one and all present here. First of all, I would like to express my sincere gratitude to our beloved Sneha ma'am for such a wonderful intro. Thank you so much. സ്നേഹ മാം പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക് പേരന്റൽ ഇൻവോൾവ്മെന്റ്, ദ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റുഡൻസ്. വിദ്യാർത്ഥികളില് അല്ലെങ്കിൽ കുട്ടികളില് സമഗ്രമായ വ്യക്തിത്വ വികസനം അല്ലെങ്കിൽ സമഗ്രമായ ഒരു വളർച്ച ഉണ്ടാക്കുന്നതില് രക്ഷകർത്താക്കളുടെ പങ്ക്, അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമ്മുടെ തിരക്ക് പിടിച്ച എല്ലാവർക്കും തിരക്കാണല്ലേ? ടീച്ചേഴ്സിനും കുട്ടികൾക്കും പാരന്റ്സിനും എല്ലാവർക്കും തിരക്കാണ്. ആ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ആ സമയം, ഒരു കുറച്ച് സമയം മാറ്റിവെച്ച് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാനാണ്. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? റെഡിയല്ലേ? ആരുമില്ലേ? യെസ്, റെഡിയാണല്ലേ? അങ്ങനെ റെഡി ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ആർ എന്ന് ടൈപ്പ് ചെയ്യോ?
ആരും ടൈപ്പ് ചെയ്യുന്നില്ലേ? വന്നു വന്നു വന്നു. ഓക്കെ, നമ്മളെല്ലാവരും ഹേമ മാം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അർച്ചന മാം, താങ്ക് യു ഓൾ. നമ്മളെല്ലാവരും വ്യത്യസ്തമായ മേഖലകളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് എത്തുന്നവരാണ്. പക്ഷെ ഒരു കാര്യത്തില് നമ്മളെല്ലാവരും ഒരേ ചിന്താഗതി ഉള്ളവരാണ്. അതെന്തായിരിക്കും എന്ന് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്ത് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാവോ? ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും ഒരേ ചിന്താഗതി ഉള്ളവരാണ്. അത് ഭൂരിഭാഗം പാരന്റ്സുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. എന്തായിരിക്കും? മക്കളുടെ യെസ്, ഭാവി. ഡെഫിനറ്റ്ലി. താങ്ക് യു ഹേമ മാം. മക്കളുടെ കാര്യത്തില് നമ്മളെല്ലാവരും ഒരുപോലെ ടെൻസ്ഡ് ആണ്, ഒരുപോലെ ഈഗർ ആണ്. നമുക്ക് നമ്മുടെ കുട്ടികൾ വളരെ സന്തോഷത്തോടെയും വളരെ ആത്മവിശ്വാസത്തോടെയും വളർന്നു വരണം എന്നുള്ളത് എല്ലാ പാരന്റ്സിന്റെയും ആഗ്രഹമാണ്, അല്ലെ? ഇന്നത്തെ വേൾഡ് എന്ന് പറയുന്നത് വളരെ പ്രഷർ നിറഞ്ഞതാണ്, വളരെ സ്ട്രഗിൾ നിറഞ്ഞതാണ്, അതുപോലെ തന്നെ വളരെ കോമ്പറ്റീഷൻ നിറഞ്ഞതാണ്, അല്ലേ? ഇന്നൊരു കോമ്പറ്റീറ്റീവ് വേൾഡ് അല്ലേ? അതെ അതെ. അപ്പൊ എന്തൊക്കെയാണ് പാരന്റ്സിനെ സംബന്ധിച്ചാൽ, പേരൻസ് എന്ന നിലയിൽ കുട്ടികളെ കുറിച്ച് നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് ആശങ്കകൾ ആരെങ്കിലും ഷെയർ ചെയ്യോ? എനിവൺ? ഒന്നോ രണ്ടോ എന്തെങ്കിലും? കുട്ടികളുടെ പഠനം. കുട്ടികളുടെ പഠനം ഉണ്ടല്ലേ? അർച്ചനമ്മ പറഞ്ഞത് ശരിയാണ്. കുട്ടികളുടെ പഠനത്തെ കുറിച്ച് നമുക്ക് ആശങ്കയുണ്ട്. പിന്നെ അവരുടെ മൊബൈൽ അഡിക്ഷനെ കുറിച്ച് ആശങ്കയില്ലേ? പിന്നെ ഏതെങ്കിലും മറ്റ് ലഹരികളിലൊക്കെ പെട്ടു പോകുമോ എന്നുള്ള ഒരു ആശങ്ക. യെസ്, കറക്റ്റ്. മറ്റ് അവരുടെ വഴികൾ ശരിയാണോ? അവര് പോകുന്ന റൂട്ട് ശരിയാണോ? അവരുടെ ഭാവി എന്താകും? പഠിക്കുന്നുണ്ടോ? അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് എന്നൊക്കെ എല്ലാവർക്കും ടെൻഷനാണ്. നമുക്ക് ഉള്ളിൽ എന്തായാലും ഒരു ആശങ്ക ഇല്ലാതില്ല എല്ലാവർക്കും. ട്രാപ്പിൽ പെട്ടു പോകരുത്. യെസ്, രജിമൻ പറഞ്ഞതുപോലെ ട്രാപ്പിൽ പെട്ടു പോകുമോ? ഓക്കെ, നമുക്ക് ടെൻഷൻ ഉണ്ട്. കുട്ടികൾ പഠിക്കുന്നത് നമ്മളെ കണ്ടല്ലേ, അല്ലേ? നമ്മളെ പേരൻസിനെ കണ്ടല്ലേ കുട്ടികൾ പഠിക്കുക. യെസ്, പേരൻസിനെ കണ്ടാണ് കുട്ടികൾ പഠിക്കുക. പേരൻസിന്റെ ലാംഗ്വേജ്, അവരുടെ ബിഹേവിയർ, അവരുടെ പേഷ്യൻസ്, ഇതെല്ലാം കുട്ടികൾ കാണുന്നുണ്ട്. അവർ ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അവരെ ഹാൻഡിൽ ചെയ്യുകയും അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുകയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ആ ഒരു റെസ്പോൺസ് ആയിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് നമുക്കും ഉണ്ടാവുക, അല്ലേ? നമ്മൾ അവരോട് എപ്പോഴും ദേഷ്യപ്പെടാൻ പോയാ കുട്ടികൾ വകവെച്ച് തരുവോ? തരില്ല. ഡെഫിനറ്റ്ലി അവർ തരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് എപ്പോഴും റോൾ മോഡൽ ആവാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി എല്ലാ കുട്ടികൾക്കും ഒരേ കഴിവാണോ? അല്ല. ഒരമ്മയുടെ 2 കുട്ടികൾ ട്വിൻസ് ആണെന്ന് വയ്ക്കുക. ആ 2 ട്വിൻസ് ആണെങ്കിൽ പോലും അവർക്ക് ഒരേ കഴിവായിരിക്കുമോ? അല്ല. ഒരേ ഇൻട്രസ്റ്റ് ആയിരിക്കുമോ? ഇതൊന്നും ആവില്ല, അല്ലേ? ഒരേ ഇൻട്രസ്റ്റ് ആവില്ല, ഒരേ സ്ട്രെങ്തൻ ഏരിയ ആവില്ല, ഒരേ വീക്ക്നെസ് ഏരിയ ആവില്ല. അവരുടെ ബിഹേവിയർ പോലും വ്യത്യസ്തമായിരിക്കും. ഒരിക്കലും നമ്മൾ നമ്മുടെ കുട്ടികളെ മറ്റൊരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്ത്, നമ്മുടെ കുട്ടിയായിട്ടോ കസിന്റെ കുട്ടിയായിട്ടോ അടുത്ത വീട്ടിലെ കുട്ടിയായിട്ടോ ഒന്നും നമ്മൾ നമ്മളുടെ കുട്ടികളെ കമ്പയർ ചെയ്യാതിരിക്കുക. അത് അവരുടെ മാനസികമായ ഒരു വളർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. മാർക്കാണോ നമ്മുടെ കുട്ടികൾക്ക് ജീവിതത്തിൽ വിജയം കൊടുക്കുന്നത്? ആണോ? മാർക്കിന് പ്രാധാന്യമൊക്കെ ഉണ്ട്. ഒരിക്കലും അല്ല. മാർക്കിന് പ്രാധാന്യമുണ്ട്, പക്ഷെ ഒരിക്കലും മാർക്കല്ല നമ്മളുടെ കുട്ടികളുടെ ജീവിതത്തിന്റെ വിജയം തീരുമാനിക്കുക. എന്റെ ഫ്രണ്ട്സ് തന്നെ 10th പാസ്സായ എന്റെ ഫ്രണ്ട്സ് തന്നെ, പിന്നീട് ഹയർ ക്വാളിഫിക്കേഷൻ നേടാത്ത എന്റെ ഫ്രണ്ട്സ് തന്നെ ഗവൺമെന്റ് സർവീസിൽ കയറിയതിനു ശേഷം പിന്നീട് ക്വാളിഫിക്കേഷൻ നേടിയ ഫ്രണ്ട്സ് ഒരുപാടുണ്ട്. 10th ജസ്റ്റ് പാസ്, ദെൻ അവിടുന്ന് പഠിച്ച് നേടിയ ആളുകൾ ഉണ്ട്. പക്ഷെ അവർ ഗവൺമെന്റ് സർവീസിലാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടില്ലേ? സ്റ്റീവ് ജോബ്സ് ആരാണ്? സ്റ്റീവ് ജോബ്സ് നമ്മുടെ ആപ്പിൾ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ആളാണ് സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്നത്. അദ്ദേഹം കോളേജ് പഠനം പോലും പൂർത്തിയാക്കാത്ത ഒരാളായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം
കോളേജിലെ പഠനം പൂർത്തിയാക്കാതെ അദ്ദേഹം മറ്റു പല മേഖലകളിലും ജോലി ചെയ്യേണ്ടി വന്നു. ആ ആളുടെ കഠിനാധ്വാനം കൊണ്ടാണ് അദ്ദേഹം എന്തായി തീർന്നത്? വളരെ വലിയ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ആളായി മാറിയത്. അപ്പൊ ഡിഗ്രി മാർക്കും എല്ലാം വേണം. പക്ഷേ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പിന്തുണ അത് വളരെ വളരെ വലുതാണ്. ഇനി നമുക്ക് പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾക്ക് ഇല്ലാതെ, ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, മാതാപിതാക്കൾക്കും ആർക്കും ഇല്ലാത്ത സമയമാണ്. അപ്പൊ നമ്മൾ കുട്ടികളുടെ കൂടെ തീർച്ചയായിട്ടും സമയം കണ്ടെത്താൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അവരോട് ദിവസവും നമ്മൾ സംസാരിക്കാം. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ, LKG പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവര് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരില്ലേ? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള്, അവൻ എന്നെ പിച്ചി, അവൾ എന്നെ പിച്ചി, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ പറഞ്ഞുകൊണ്ട് വരുന്നത്. പക്ഷെ നമ്മളത് നെഗ്ലക്ട് ചെയ്ത് വിട്ടാ, നീ ഒന്ന് പോയി, എനിക്ക് വേറെ പണിയുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് ഇടപെട്ടാൽ കുറച്ചു ദിവസം കഴിയുമ്പോൾ അവർക്ക് പറയാൻ തോന്നുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ചെവി കൊണ്ട് കുഞ്ഞുങ്ങളെ കേൾക്കാതെ നമ്മുടെ ഹൃദയം കൊണ്ട് കുഞ്ഞുങ്ങളെ കേൾക്കേണ്ടവരാകേണ്ടത് അത്യാവശ്യമാണ്. അവർ ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും പറയുന്നത്, പക്ഷെ നമ്മൾ അതിന് ചെവി കൊടുക്കുകയും ശ്രദ്ധ കൊടുക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും തന്നെ വേണം. നോ മൊബൈൽ ടൈം എന്നെല്ലാരും കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ നമ്മൾ ട്രെയിനേഴ്സിന്റെ ഒക്കെ ഇടയിൽ പറയുന്നതാണ് നോ മൊബൈൽ ടൈം. ആ ഒരു കാര്യം എല്ലാവരും ശീലാക്കണം. മൊബൈല് മാറ്റിവെച്ച് കുറച്ച് സമയം ഫാമിലി മെമ്പേഴ്സ് ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ, ആ ഒരു ഇന്റിമസി ക്രിയേറ്റ് ചെയ്യാൻ തീർച്ചയായും നമ്മളെ സഹായിക്കും. നമ്മൾ കുട്ടികൾ മൊബൈൽ യൂസ് ചെയ്യുന്നു, ലാപ്പ് യൂസ് ചെയ്യുന്നു, ടാബ് യൂസ് ചെയ്യുന്നു. അതെല്ലാം നമ്മൾ അവരുടെ സ്വകാര്യ മുറി, പ്രൈവറ്റ് റൂമിൽ പോയിരുന്ന്, ബെഡ്റൂമിൽ പോയിരുന്ന് ആവാതെ ഹാളിലോ അങ്ങനെ ഓപ്പണായ ഏരിയയിൽ എവിടെയെങ്കിലും വന്ന് ഇരുന്നാണെങ്കിൽ എല്ലാവർക്കും ഇവരെന്താ ചെയ്യണമെന്ന് കാണാൻ പറ്റും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ വലിയ ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. പരാജയം ഏറ്റുവാങ്ങാനും കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. ഇന്നത്തെ സ്റ്റുഡൻസിന് ഇല്ലാത്തത് ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെയല്ലേ SSLC +2 റിസൾട്ട്സ് ഒക്കെ വരുമ്പോ ഒരുപാട് സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ഉണ്ടാവുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ സന്തോഷകരമായ വിജയം ഏറ്റുവാങ്ങാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. അത് പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും എല്ലാവരും പഠിപ്പിക്കാറുണ്ട്. പക്ഷെ പരാജയപ്പെടുമ്പോ അവിടെ ഒരു ഇമോഷണൽ ബാലൻസ് കീപ്പ് ചെയ്ത് ഒരു സ്റ്റേബിൾ മൈൻഡോട് കൂടി അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ അവരെ ഒന്ന് പഠിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. കഴിഞ്ഞ വർഷം എന്റെ സ്കൂൾ പാർലമെന്ററി, ഇപ്പൊ എല്ലാ സ്കൂളുകളിലും സ്കൂൾ പാർലമെന്ററി ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോ കഴിഞ്ഞ വർഷം 6th 5th എങ്ങാണ്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, 6th തോന്നുന്നു. അവന് ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് ഒക്കെ വന്നു. അത് നെക്സ്റ്റ് പീരീഡ് ഞാൻ ക്ലാസ്സിൽ പോവാണ്. ഞാൻ ചെന്നപ്പം അവന്റെ കൂട്ടുകാർ പറഞ്ഞു, ടീച്ചറെ അവൻ കരയാണ്, അവന്റെ പേര് ഞാൻ പറയുന്നില്ല, അവൻ കരയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മോനെ എന്തിനാ കരയുന്നേ? ഞാൻ ഇലക്ഷന് തോറ്റുപോയി ടീച്ചറെ. കരഞ്ഞോട്ടോ പറയുന്നേ, ഞാൻ തോറ്റുപോയി. അപ്പൊ ഞാൻ ചോദിച്ചു, 1-2 വോട്ടിനല്ലേ തോറ്റു കാണുള്ളൂ, നീ വിഷമിക്കണ്ടടാ, പോട്ടെ, നീ അല്ലേ ക്ലാസ്സിൽ ഇതുവരെ ഫസ്റ്റ് ആയിട്ട് വന്നേ. LKG onwards 5th സ്റ്റാൻഡേർഡ് വരെ ആനുവൽ ഡേക്ക് പ്രൊഫഷൻസി വിന്നർ ആയ കുട്ടിയാണ്. അവനാണ് ഇലക്ഷനിൽ തോറ്റുപോയത്. അവന് സ്വാഭാവികമായിട്ടും വിഷമം വരും. പകരം അവന്റെ അപ്പുറത്ത് വിജയിച്ചത് അവന്റെ കസിനാ. അപ്പൊ ദുഃഖത്തിന്റെ ആഴം കൂടും. അവന്റെ സങ്കടം, ഇവനിങ്ങനെ കരയാണെന്ന് അവന്റെ അമ്മ അവിടുത്തെ ടീച്ചറാണേ. ആരോ ചെന്ന് അവന്റെ അമ്മയോട് പറഞ്ഞു. അമ്മ ഓടി എന്റെ അടുത്ത് വന്നു, ടീച്ചറെ കൊച്ചു കരയുവാണല്ലോ. ഞാൻ പറഞ്ഞു, സാരില്ല ടീച്ചറെ എന്ന് പറഞ്ഞു. ടീച്ചറെ ഞാൻ പറഞ്ഞു വിട്ടതാണ്, മക്കളെ കരയരുത് അല്ലെങ്കിൽ വിഷമിക്കരുത്, ഇതൊക്കെ സ്വാഭാവികമാണ്, ജസ്റ്റ് നീ ഒന്ന് മത്സരിച്ചോളൂ എന്ന് പറഞ്ഞ ഞാൻ കുട്ടിയെ വിട്ടത്. അത് കേട്ടതും കുട്ടി ഏങ്ങി കരയാൻ തുടങ്ങി. അവൻ ആ മൈൻഡ് അവന്റെ ഇന്നും ഞാൻ തോറ്റുപോയല്ലോ എന്നൊരു ചിന്താഗതി അവന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അവനെ അക്സെപ്റ്റ് ചെയ്യാൻ, വിജയം മാത്രം അക്സെപ്റ്റ് ചെയ്യാനായിരുന്നു അവന്റെ മൈൻഡ് ഓക്കെ ആയിരുന്നത്. ഒരിക്കലും പരാജയം ഏറ്റുവാങ്ങാൻ അവന്റെ മനസ്സ് ഒരുക്കമല്ലായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും മാതാപിതാക്കള് കുട്ടികളെ പരാജയം ഏറ്റുവാങ്ങാനും പഠിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. പിന്നെ നമുക്കായാലും ഉപദേശിക്കണ ഇഷ്ടമാണോ? ഉപദേശം ഇഷ്ടമാണോ? വലിയ ഇഷ്ടമുള്ള അസുഖമല്ല, ആർക്കും വേണ്ടാത്ത സാധന അല്ലേ?
ആർക്കെങ്കിലും വേണോ? ആർക്കും വേണ്ട. വേണ്ട. അതുപോലെ തന്നെയാ മക്കൾ. നമുക്ക് ഇഷ്ടമല്ല പിന്നെ പിള്ളേർ ഇഷ്ടപ്പെടുവോ? നമുക്ക് ആ സാധനം ഇഷ്ടമില്ല, പിന്നെ പിള്ളേർ ഇഷ്ടപ്പെടുവോ? അപ്പൊ നമ്മൾ ഉപദേശം കുറച്ചിട്ട് അവരോട് കൂടുതൽ അടുപ്പം കാണിക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ വ്യക്തിത്വ വികസന, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് നമ്മൾ അവരുടെ ഫ്രണ്ട്സ് ആരെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. രജനിമം ടൈപ്പ് ചെയ്തായിരുന്നു, ട്രാപ്പിൽ പെട്ടുപോകാതെ നോക്കണം എന്ന്. തീർച്ചയായിട്ടും അവരുടെ ഫ്രണ്ട്സ് സർക്കിൾ നമ്മൾ അറിയുകയാണെങ്കിൽ, മോശമാണോ നല്ലതാണോ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവരെ ഒരു പരിധി വരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, അല്ലേ? നമ്മൾ കുട്ടീനെയാണോ വളർത്തുന്നേ? കുട്ടീനെയാണോ നമ്മൾ വളർത്തുന്നേ? നമ്മൾ കുട്ടിയെ വളർത്തുകയാണോ ചെയ്യുന്നേ? ആണോ? ഒരിക്കലും അല്ല. ആണോ? നമ്മൾ കുട്ടീനെ വളർത്തുകയല്ല, കുട്ടിയുടെ ഭാവി നമ്മൾ രൂപപ്പെടുത്താൻ അവനെ ഒന്ന് ഒരു മെന്റർ എന്ന നിലയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് ഫ്രണ്ട്സ് ആരാണ് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. നമ്മുടെ WHO കണക്ക് പ്രകാരം ഇപ്പൊ അഡോളസന്റ് ഏജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 വയസ്സ് തൊട്ട് 10 തുടങ്ങും. വയസ്സാണ്. 10 to 19. 10 വയസ്സ് തൊട്ട് തുടങ്ങും. യെസ്, കറക്റ്റ്. 10 വയസ്സ് തൊട്ടാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണം. മുൻപത് എത്രയായിരുന്നു? 13. മുമ്പേ കുറച്ചു കാലം മുമ്പ് 13 ഇയേഴ്സിലാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇപ്പോ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ഒരു പ്യൂബർട്ടിയിൽ എത്തുന്നു, അങ്ങനെയുള്ള പല ചേഞ്ചസ് അവരിൽ വരുന്നുണ്ട്. ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ട്, ഇമോഷണൽ ചേഞ്ചസ്, സോഷ്യൽ ചേഞ്ചസ്. അവരുടെ തിങ്കിങ്ങിൽ, അവരുടെ കൊഗ്നിറ്റീവ് കപ്പാസിറ്റിയിലൊക്കെ അവരുടെ ചിന്തകളെല്ലാം വളരെ വ്യത്യസ്തമാണ്. അതിനോടനുബന്ധിച്ച് അവർക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സെൽഫ് കോൺഫിഡൻസ് കുറയുന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ സംസാരം കുറയുന്നു. ആരോടായിരിക്കും അവരുടെ സംസാരം കുറയുന്നേ? പാരന്റ്സിനോട്. കറക്റ്റ് ആണ്. മാക്സിമം പറഞ്ഞത് കറക്റ്റ് ആണ്. പാരന്റ്സിനോടുള്ള സംസാരമാണ് കുറയുന്നത്, ഒരിക്കലും ഫ്രണ്ട്സിനോടുള്ള സംസാരമല്ല കുറയുന്നത്. അവരുടെ കണക്ഷൻസ് കുറയുന്നില്ല, ഡയറക്റ്റ് കണക്ഷൻസ് ആണ് കുറയുന്നത്. അവര് സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാം വളരെ കണക്റ്റഡ് ആണ്. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ നമ്മൾ കുട്ടികളെ കൺസിഡർ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളെ നമ്മൾ കേൾക്കണം, ഒരുപാട് അവരെ കേൾക്കണം. ഞാൻ കൂടെയുണ്ട് മോനെ അല്ലെങ്കിൽ മോളെ എന്ന് പറഞ്ഞ് കുട്ടിയെ നമ്മൾ ചേർത്ത് പിടിക്കണം. നമ്മൾ ചേർത്ത് പിടിക്കാൻ പോയില്ലെങ്കിൽ പുറത്ത് അനേകം ആളുകൾ അവരെ ചേർത്ത് പിടിക്കാൻ ഉണ്ടാവും, അല്ലെ? ഉണ്ടാവുമോ? കഴുകൻ കണ്ണുകളുമായിട്ട് ധാരാളം ആളുകളെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനുണ്ടാവും. അപ്പൊ മാതാപിതാക്കൾ എന്ന നിലയില് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട സേഫ് ആൻഡ് സെക്യൂരിറ്റി കോർണർ നമ്മൾ കൊടുക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ അവര് നമ്മൾ കൊടുക്കാതെ സ്നേഹം തേടി പുറത്തു പോകാതിരിക്കൂ. ഇപ്പൊ നമുക്കൊരു ധാരണയുണ്ട്, എനിക്ക് പെൺകുട്ടിയല്ലല്ലോ, എനിക്ക് ആൺകുട്ടിയല്ലേ, പുസ്തകം ഞാൻ വറി ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണോ? ആണോ? ഒരിക്കലും അല്ല. ഇന്നത്തെ കഥ. എനിക്ക് 2 ബോയ്സ് ആണ്. ഒരുപക്ഷെ പെൺകുട്ടികളെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്ന ആൺകുട്ടികളുമായിരിക്കാം. യെസ്, ഡെഫിനറ്റ്ലി. പെൺകുട്ടികളെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് ആൺകുട്ടികളാണ്. അത് ഞാൻ പറയാം കേട്ടോ. ഗേൾസ് മാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞു, ബോയ്സും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളപ്പോ അത് അവർക്കത് പറഞ്ഞു കൊടുക്കണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ അടുത്ത കാലത്ത് എന്റെ മോനൊരു 2 ആഴ്ചയായുള്ളൂ, അമ്മ എനിക്ക് അമ്മയോട് കാര്യം പറയാണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞു, എന്നെന്താ? അമ്മ എന്താണ് എന്നെ നോ പറയാൻ പഠിപ്പിക്കാതിരുന്നത്? എന്താ നീ ചോദിച്ചേ? അമ്മ എന്താണ് എന്നെ നോ പറയാൻ പഠിപ്പിക്കാതിരുന്നത്? അതിന്റെ ഇപ്പൊ എന്നെ സംഭവം ഉണ്ടായേ, എനിക്ക് എന്റെ ഫ്രണ്ട്സിനോടോ ആരോടും നോ പറയാൻ പറ്റുന്നില്ല. അമ്മ എന്താണ് അതെന്നെ പഠിപ്പിക്കാതിരുന്നത്? ഞാൻ അപ്പോഴാണ് സത്യത്തിൽ അതിനെപ്പറ്റി ചിന്തിച്ചത്. നമ്മള് നോ പറയാൻ മക്കളെ പഠിപ്പിക്കണം. നോ പറയാൻ മക്കളെ പഠിപ്പിക്കണം എന്നുള്ളത് സത്യത്തിൽ എനിക്ക് മനസ്സിലായത്, എന്റെ ഉള്ളിലേക്ക് വന്നത് അറിയാമായിരുന്നു, പക്ഷെ എന്റെ ഉള്ളിലേക്ക് വന്നത് ജസ്റ്റ് 2 ആഴ്ചയായുള്ളൂ. ഞാൻ പറഞ്ഞു, മക്കളെ അത് കാലക്രമേണ മോൻ പഠിച്ചോളും. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അമ്മേ എന്ന് എന്നോട് പറഞ്ഞു. നമ്മുടെ കുട്ടികളെ കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കണക്ഷൻ ഉണ്ടാക്കണം എന്ന് പറയും. അവരുമായിട്ടൊരു ബോണ്ട് നമുക്ക് ഉണ്ടെങ്കിലേ നമ്മൾ പറയണത് കേൾക്കാനും ഉൾക്കൊള്ളാനും
ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും അവർക്ക് തോന്നും, അല്ലെ? നമ്മള് എപ്പോഴും വടിയും ഒക്കെ ആയിട്ട് മാത്രം മക്കളുടെ അടുത്ത് നിന്നാല് എന്ന് വെച്ച് ഒരുപാട് ലാളനകൾ മാത്രം കൊടുത്താൽ പോരാ. നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. നമ്മുടെ ഒരു കാഴ്ചപ്പാട്, അതായത് നമ്മുടെ ഒരു ജനറേഷൻ അത് പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട്. എങ്കിലും പേരൻസ് എന്ന നിലയിൽ നമ്മുടെ ലൈഫ് എന്ന ഒരു വേർഡിന്റെ എക്സ്പാൻഷൻ നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കുണ്ടാവും ലിമിറ്റ് എന്ന്. എൽ ഫോർ ലിമിറ്റ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്തിനൊരു പരിധി ഉണ്ടാവും. കാരണം നമ്മൾ കുറച്ചുകൂടെ കടന്നു ചിന്തിക്കുന്നവരാണ്. അതങ്ങനെ ചെയ്താൽ ശരിയാവില്ല, അവിടെ ഒരു ലിമിറ്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും, അല്ലേ? ദെൻ ഇന്റർഫിറൻസ് നമുക്കുണ്ടാവും, ഇടപെടലുകൾ പല കാര്യങ്ങളിലും. ദെൻ എഫ് ഫോർ നമുക്ക് ഫാമിലി എന്ന് കൊടുക്കാം. നമ്മുടെ ലൈഫിന്റെ എക്സ്പാൻഷൻ ആണ് ഇപ്പൊ പറയുന്നത്. എഫ് ഫാമിലി എന്ന് കൊടുക്കാം. ദെൻ ഇ ഗോസ് ടു, ആർക്കെങ്കിലും ഗസ് ചെയ്യാവോ ഈ എന്തായിരിക്കും ആസ് എ പാരന്റ്? അല്ലെങ്കിൽ നമ്മുടെ ഒരു ജനറേഷന്റെ ന്യൂ ജനറേഷൻ അല്ലാതെ ഈ എന്നതിന് നമ്മൾ കൊടുക്കുന്ന ഒരു വേഷൻ ആർക്കെങ്കിലും ഒന്ന് പറയാവോ? ഒന്ന് ഗസ് അടിക്കാവോ? എഡ്യൂക്കേഷൻ. യാ, വെരി കറക്റ്റ് മാനസി മാം. എഡ്യൂക്കേഷൻ ആണ്. നമ്മുടെ ഒരു പാരന്റ്സ് എന്ന നിലയിൽ നമ്മൾ വാല്യൂ ചെയ്യുന്നത് ലൈഫിന് ഇതൊക്കെയാണ്. ഞാൻ പറഞ്ഞത് എൽ ഫോർ ലിമിറ്റ്, ഇ ഫോർ ഇന്റർഫിറൻസ്, എഫ് ഫോർ ഫാമിലി ആൻഡ് ഇ ഫോർ എഡ്യൂക്കേഷൻ. നേരെ മറിച്ച് നമുക്ക് കുട്ടികളുടെ കാര്യത്തിലേക്ക് ഒന്ന് നോക്കാം. അവർക്ക് ഈ എൽ ലിബർട്ടിയാണ്. അവർക്കൊരിക്കലും ലിമിറ്റ് അല്ല. അവർക്ക് അവിടെ എന്തെങ്കിലും ലിമിറ്റ് ഉണ്ടോ? ഇല്ല. അവർക്ക് ഐ എന്ന് പറയുന്നത് ഇൻഡിവിജ്വാലിറ്റി ആണ്. അവർക്ക് എഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഫാമിലി അല്ല, ഫാന്റസിയാണ്. അവർക്ക് ഇ എന്ന് പറയുന്നത് ഒരിക്കലും എഡ്യൂക്കേഷൻ അല്ല. അതൊന്ന് ഗസ് ചെയ്യാവോ? അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം, ഒന്ന് ഗസ് ചെയ്യാവോ? എന്റർടൈൻമെന്റ്. ആ, എന്റർടൈൻമെന്റ് ആവാം, എൻജോയ്മെന്റ് ആവാം. വെരി ഗുഡ്, വെരി ഗുഡ്. ആരാ പറഞ്ഞത്? ഷാരൂൺ. ആ, ഓക്കെ, കറക്റ്റ് ആണ് കേട്ടാ. എൻജോയ്മെന്റ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ നമ്മളുടെ ഒരു വേഷം അതല്ലല്ലോ. കുട്ടികള് ചിന്തിക്കുന്ന രീതിയിലല്ല നമ്മൾ മുതിർന്നവർ ചിന്തിക്കുന്നത്. പക്ഷെ ഒരിക്കലും അവരുടെ ചിന്താഗതികൾ നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇന്നത്തെ കുട്ടികൾ കൂടുതൽ സത്യസന്ധരാണ്. ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ടോ? കുറച്ചൊക്കെ അങ്ങനെയാണ്. കുറച്ചൊക്കെ അങ്ങനെയാണ്. എന്തുകൊണ്ടായിരിക്കാം അർച്ചന മാം? എന്തുകൊണ്ടായിരിക്കാം? നമ്മുടെ മക്കളുടെ കാര്യം തന്നെ നമുക്ക് എടുത്തു നോക്കാം. അല്ലെ, ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ട് അവർക്കൊരു സ്പേസ് കൊടുക്കുന്ന പാരന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ സത്യസന്ധരാണ്. ഒരിക്കലും അവർക്ക് കള്ളം പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സാധിക്കില്ല, കറക്റ്റ് ആണ്. നമ്മൾ അവർക്ക് സ്പേസ് കൊടുക്കണം. അർച്ചന മാം പറഞ്ഞത് വളരെ കറക്റ്റ് ആയ ഒരു കാര്യമാണ്. നമ്മൾ അവരോട് ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യണം. അപ്പൊ അവർക്ക് നമ്മളോട് കള്ളം പറയാൻ പറ്റില്ല. ഒരു പരിധി വരെയാണ് കേട്ടോ. മുൻപേ നമ്മുടെ കാലത്ത് നമ്മൾ കോളേജിലൊക്കെ പഠിച്ച സമയത്ത് കോളേജിൽ സ്ട്രൈക്ക് ഒക്കെ ഉണ്ടാവും, അല്ലെ? ഇപ്പോഴും ഉണ്ട് സ്ട്രൈക്ക്, അന്നും ഉണ്ട്. അപ്പൊ നമ്മളൊരു ഐസ്ക്രീം കഴിക്കാനൊക്കെ പോവുകയാണെങ്കിൽ നമ്മള് വീട്ടിൽ എന്താ പറയാ? നമ്മൾ വീട്ടിൽ പറയോ? ഇല്ല. പക്ഷെ ഇന്നത്തെ കൊച്ചാണെങ്കിലോ, ഇന്ന് കൊച്ചു ഫ്രണ്ട്സിന്റെ കൂടെ സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പറയും, കറക്റ്റ് ആയിട്ടും പറയും. അതാണ് ഇന്നത്തെ കുട്ടികളും പണ്ടത്തെ നമ്മുടെ ജനറേഷൻ തമ്മിലുള്ള ഒരു വലിയ ഗ്യാപ്പ്. അപ്പൊ നമ്മൾ അവർക്കൊരു വില കൊടുക്കണ്ടേ? നമ്മുടെ കുട്ടികൾ സത്യസന്ധരല്ലേ? അപ്പൊ നമ്മൾ അവരെ അതിന്റെ രീതിയിൽ പരിഗണിക്കണ്ടേ? ആ ഒരു പരിഗണന നമ്മൾ കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും നമ്മൾ ആ പരിഗണന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ശരിയാണോ ഞാൻ പറഞ്ഞത്? കറക്റ്റ് ആണല്ലേ? നമ്മൾ 4 T's ഓഫ് പാരന്റിങ് ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. 4 T's ഓഫ് പാരന്റിങ്. അതിൽ ഫസ്റ്റ്, ട്രസ്റ്റ്. നമ്മൾ നമ്മുടെ കുട്ടികളെ ട്രസ്റ്റ് ചെയ്യാം. ആ ട്രസ്റ്റ് നമ്മൾ
നമ്മൾ രൂപപ്പെടുത്തി എടുക്കണതാ. നമ്മൾ സത്യസന്ധരായിട്ട് കുട്ടികളുടെ അടുത്ത് ഇടപെടുക, അപ്പൊ തീർച്ചയായിട്ടും അവർ ഇങ്ങോട്ടും സത്യസന്ധരായിട്ട് ഇടപെടും. ട്രസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ടൂൾ ഇൻ പാരന്റിങ്. ദെൻ നെക്സ്റ്റ്, ടൈം. ദാറ്റ് ഈസ് വെരി വാല്യുബിൾ. ടൈം വളരെ വാല്യുബിൾ ആയ ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ഇല്ലാത്തതും ടൈമാണ്. നമുക്കായാലും എനിക്ക് ഒട്ടും ടൈമില്ല, സമയമില്ല അല്ലേ? ആർക്കും സമയമില്ല. പക്ഷെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ടൈം കൊടുക്കണം. ദെൻ ടോക്ക്. നമ്മൾ അവരോട് തീർച്ചയായിട്ടും ടോക്ക് ചെയ്തിരിക്കണം, സംസാരിച്ചിരിക്കണം. വലിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പോലും നമ്മൾ സംസാരിക്കാനുള്ള സമയം കണ്ടെത്തുക തന്നെ വേണം. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ദെൻ ടച്ച്. ഈ ടച്ചിന്റെ കാര്യം പറയുമ്പോഴാണ് നമുക്കൊരു ബോണ്ടിന്റെ കാര്യം പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞു, എന്റെ മോന് ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അപ്പൊ മിക്കവാറും രാത്രിയിലാണ് വിളിക്കുന്നത്. 10 മണി കഴിഞ്ഞൊക്കെ വിളിക്കുന്നത്. വിളിക്കുന്ന സമയത്ത് പറയും, വെക്കണ സമയത്ത് എന്നാ ഓക്കെ അമ്മ, ബൈ അമ്മ, ലവ് യു അമ്മ, ഉമ്മ അമ്മ. ആ ഒരു അത്രയും ദൂരത്തുനിന്ന് ഉമ്മ അമ്മ, ലവ് യു അമ്മ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാവും. അതുപോലെ ഇതുപോലെ ഞാൻ ഈ മോന്റെ പാരന്റ്സ് മീറ്റിങ്ങിന്, അവൻ +2 പഠിക്കുന്ന സമയത്ത് അവന്റെ പാരന്റ്സ് മീറ്റിങ്ങിന് പോയ സമയത്ത് അവന്റെ സ്കൂളിലെ പ്രിൻസിപ്പാള് പറഞ്ഞൊരു വാചകമുണ്ട്. സാറിന്റെ വീട് തമിഴ്നാട് ഏരിയയിലാണ്. അപ്പൊ എന്നും വൈകുന്നേരം മക്കളെ എത്ര സമയമാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും 10 മണിക്ക് അദ്ദേഹം തന്റെ മക്കളെ വിളിച്ചിരിക്കും. 10 മണിക്ക് നിങ്ങൾ പേരൻസ് ആരെന്നെ വിളിച്ചാലും എന്റെ ഫോൺ എൻഗേജ്ഡ് ആയിരിക്കും എന്നാണ് ആ മനുഷ്യൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷമാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്റെ മക്കളുമായിട്ട് സംസാരിക്കുന്ന സമയമാണ് 10 മണി. എന്നും ഫോണിലൂടെ ആണെങ്കിലും എന്റെ മക്കൾക്ക് ഞാൻ ഉമ്മ കൊടുക്കും, അവരുടെ വിശേഷങ്ങൾ തിരക്കും, അവരുടെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കും. അത് വളരെ വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് മാത്രമല്ല, മക്കൾ ആണെന്ന് അദ്ദേഹത്തിന് അറിയാം അല്ലെ? ഇന്നത്തെ തിരക്കിന്റെ ഇടയിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം അത് തന്നെയാണ്. നമ്മൾ ചില കീ വേർഡ്സ്, ലവ് ലാംഗ്വേജ് യൂസ് ചെയ്യാം. അതിന് നമ്മള് മക്കളെ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും അപ്രീസിയേഷൻ കൊടുക്കണം. നമുക്ക് ചെറിയ ചെറിയ ജോലികളാണെങ്കിലും കുട്ടികൾ ചെയ്തു തരും. അതിൽ നമ്മൾ അവരോട് താങ്ക്സ് പറയാറുണ്ടോ? യെസ്, പറയാറുണ്ട്. പറയുന്ന പേരൻസ് ഇന്നത്തെ കാലത്ത് കൂടുതലല്ല. കാരണം ഒരു ജനറേഷൻ ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ കുട്ടികളാണെങ്കിലും തിരിച്ച് അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്ന കുട്ടികളാണ്. നമ്മൾ തീർച്ചയായിട്ടും അവരെ അപ്രീസിയേഷൻ ചെയ്യണം. ഫിസിക്കൽ ടച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫിസിക്കൽ ടച്ച് നമുക്ക് ഒന്ന് ഹഗ് ചെയ്യാം. ആ ഹഗ് കൊടുക്കുന്ന ഒരു നിറവുണ്ട്. ആ നിറവെന്ന് പറയുന്നത് വളരെ വലുതാണ്. പിന്നെ ക്വാളിറ്റി ടൈം കൊടുക്കുക. ആ സമയത്ത് നമ്മൾ സംസാരിക്കുന്ന, എക്സ്പ്രസ് ചെയ്യുന്ന അഫെക്ഷൻ ഉണ്ട്. അത് അവരുടെ ഉള്ളിന്റെ ഉള്ളില് വളരെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കും, വളരെ എക്സ്പ്രസീവ് ആയിരിക്കും. അത് ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ. നമ്മുടെ കുട്ടികൾക്ക് ഗിഫ്റ്റിനേക്കാൾ അധികം ആഗ്രഹിക്കുന്നവർ നമ്മുടെ സമയവും കാര്യങ്ങളൊക്കെയാ അല്ലെ? നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട്, അച്ഛന്റെ കയ്യിൽ നിന്ന് സമയം വാങ്ങാൻ വേണ്ടിയിട്ട് സ്വന്തം കുടുക്കയിലെ കാശ് കൊടുത്ത് എനിക്കൊരു മണിക്കൂർ തരാമോ എന്ന് ചോദിച്ച കുട്ടിയുടെ റീല് നമ്മൾ കണ്ടിട്ടുണ്ട്, കണ്ടായിരുന്നു അല്ലെ? കണ്ടല്ലേ? കണ്ടതാ. അപ്പോ കുട്ടികൾക്ക് ഇന്ന് വേണ്ടത് എന്താ? 5000 രൂപയുടെ സൈക്കിളാണ് വേണ്ടേ? ടൈമാണ് വേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, മാതാപിതാക്കൾ എന്ന നിലയിലും നമുക്ക് ഇല്ലാത്ത പോണത് കുട്ടികളുമായിട്ട് ബോണ്ട് ചെയ്യാനുള്ള, മിങ്കിൾ ചെയ്യാനുള്ള, അവരുമായിട്ടുള്ള ഇന്റിമസി ഡെവലപ്പ് ചെയ്യാനുള്ള ടൈമാണ് നമുക്ക് ഇല്ലാത്തത്. നമ്മുടെ കുട്ടി വളർന്ന് വലുതാവുമ്പോ എന്നെ വളർന്നോളും, നമ്മൾ വളർത്താനൊന്നും പോകണ്ട, അവർ വളർന്നോളും. അവന് നാം എത്രമാത്രം ചേർത്ത് പിടിച്ചു എന്നുള്ളത് അവൻ വിലമതിക്കും, ഒരു സംശയമില്ല അല്ലേ? നമ്മൾ അവനെ എത്രമാത്രം കൺസിഡർ ചെയ്തു. ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവളൊരു വ്യക്തിയാണ്. നീ ചെറിയ കുട്ടിയാണ്, നിനക്ക് അഭിപ്രായം പറയാനുള്ള പ്രായമായിട്ടില്ല. എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് അഭിപ്രായം പറയാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് പോയി അവിടെ ഇരിക്കുക. പക്ഷെ അതേ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഇന്നത്തെ കുട്ടികളോട് നമ്മൾ പറഞ്ഞാൽ
ശരിയാവുമോ? വയസ്സാകുമ്പോ നമ്മൾ മാറ്റി മൂലയ്ക്ക് ഇരുത്തും അല്ലേ? ഇരുത്തുവോ? കറക്റ്റ്. ഇരുത്തും, കറക്റ്റ് ആയിട്ട് ഇരുത്തും. നമ്മൾ അവർക്ക് അവരുടേതായ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഡിസിഷൻ എടുക്കാനുള്ള ഒരു 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 കോർണർ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കേട്ടിട്ടുണ്ടോ? എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. കേട്ടിട്ടുണ്ടോ? ഇതൊരു കവിതയാണ്. ഇത് ആരുടെ കവിത ആയിരിക്കും അന്നൊന്ന് ഗസ് ചെയ്യോ? നിങ്ങൾക്കറിയാം. യെസ്, ആരാ പറഞ്ഞേ? ഞാനാണേ. ആ, ഞാനാണേ. വളരെ കറക്റ്റ് ആണ്. അംബിക മാം പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. കുഞ്ഞുണ്ണി മാഷാണല്ലേ ഇതുപോലെ കുഞ്ഞു കവിതകളുമായിട്ട് വളരെ വലിയ ബൃഹത്തായ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ മുൻപിൽ വരുന്നത് അല്ലേ? ആ, എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. എന്താ അതിന്റെ അർത്ഥം? എന്തായിരിക്കും? അച്ഛനും മോനും ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ രണ്ടുപേർക്കും വ്യത്യസ്ത ലോകങ്ങളാണ്. അവര് ഒത്തുചേർന്ന് ഒരു നിമിഷങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ആ, യെസ്, അർച്ചന മാമിന്റെ വേർഷൻ കറക്റ്റ് ആണ്. അച്ഛനാവട്ടെ അമ്മയാവട്ടെ, മകനാവട്ടെ മകളാവട്ടെ, അച്ഛൻ അച്ഛൻ്റെതായ ലോകമുണ്ട്, അമ്മയ്ക്ക് അമ്മയുടേതായ ലോകമുണ്ട്. അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളും തിരക്കുകളും ഉണ്ട്. കുട്ടിക്ക് സ്കൂൾ വിട്ട് വന്ന ഉടനെ ട്യൂഷൻ കഴിഞ്ഞ് വന്നാൽ അടുത്ത ക്ലാസ്, അത് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്. പക്ഷേ ഇവർക്ക് ഇവരുടേതായ സമയം എപ്പോഴായിരിക്കും? അങ്ങനെ ഒരു സമയം ഉണ്ടായാലല്ലേ അവിടെ ഒരു ബോണ്ട് ഉണ്ടാവുള്ളൂ അല്ലെ? അവരൊരു ഷെയർഡ് വേൾഡ് വേണം. നമുക്ക് പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ്, പരസ്പരം അറിഞ്ഞ്, കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കുട്ടികളെ നമ്മോട് ചേർത്ത് നിർത്തി നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് കേൾക്കാനും കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. എന്നാൽ മാത്രമേ എന്റെ ലോകവും നിന്റെ ലോകവും നമ്മുടെ ലോകമാവുള്ളൂ. ഞാൻ പറഞ്ഞു നമ്മൾ ഒരിക്കലും കുട്ടികളെ കമ്പയർ ചെയ്തരുതെന്ന് പറഞ്ഞു. പക്ഷേ അടുത്തൊരു വേഷം പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതെന്തായി പറയണേ, കമ്പയർ ചെയ്യണം. ഞാൻ പറഞ്ഞത് നമ്മുടെ കുട്ടിയെ അയൽവക്ക വീട്ടിലെ കുട്ടിയായിട്ട് കമ്പയർ ചെയ്യരുത്. അടുത്ത വീട്ടിലെ കുട്ടിയുമായിട്ടോ, നമ്മുടെ മൂത്ത കുട്ടിയുമായിട്ടോ, ഇളയ കുട്ടിയുമായിട്ടോ, കസിന്റെ കുട്ടിയുമായിട്ടോ ഒന്നും കമ്പയർ ചെയ്യരുത് എന്നാ. പക്ഷെ അവനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. മോനെ മോനെ അല്ലേ മോളെ, കഴിഞ്ഞ മാസം നിന്റെ പെർഫോമൻസ് ഇങ്ങനെയല്ലായിരുന്നു, അത് ഇപ്പൊ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ അവൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അവന് ചോദിക്കും അതെന്താ, അമ്മയ്ക്ക് എന്താണ് ഫീൽ ചെയ്തത്, അച്ഛൻ എന്താണ് ഫീൽ ചെയ്തത്. എങ്കിൽ മാത്രമേ ആ ഒരു ഗ്യാപ്പ്, അവിടെ ഒരു ഗ്യാപ്പല്ല, അങ്ങനെ പറയാനുള്ളൊരു ഒരു റൂട്ട് നമുക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ കുട്ടിക്കായാലും നമുക്കായാലും പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും നമുക്കവിടെ കുട്ടിയെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മൊബൈലിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മള് ആദ്യത്തെ കുറച്ച് ദിവസം ഇഷ്ടമുള്ള സമയത്ത് മൊബൈൽ യൂസ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല, പഠിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, എവിടെ പോയിരുന്നാലും മൊബൈൽ യൂസ് ചെയ്യാം. പക്ഷെ പെട്ടെന്നൊരു ദിവസം നമ്മൾ പറയാ ഇനി നീ മൊബൈൽ എടുക്കണ്ട കേട്ടോ. അപ്പൊ അച്ഛൻ എന്താ ഇങ്ങനെ പറയണേ, എന്നോട് എടുത്തോളം പറഞ്ഞായിരുന്നല്ലോ, സ്വാഭാവികമായിട്ടും ചോദിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ കുട്ടിയോട് മൊബൈൽ യൂസ് ചെയ്യണ്ട, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം കുട്ടി മൊബൈൽ യൂസ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അച്ഛനോ അമ്മയോ റീൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുകയും അവരുടെ ഔദ്യോഗിക ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യാനല്ലാതെ, ഇപ്പൊ നമ്മളുടെ കാര്യത്തിൽ നമുക്ക് ട്രെയിനിങ് ഉണ്ട്. അർച്ചന മാമിനാണെങ്കിൽ നമുക്ക് അർച്ചന മാം വോയിസ് ഇട്ട് വരുന്നത്, റിപ്ലൈ വരുന്നത് ഒരുപാട് ലേറ്റ് നൈറ്റിലാണ്. മാമിന്റെ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ മാമിന് ആ സമയത്ത് ഫോൺ ഹാൻഡിൽ ചെയ്തേ പറ്റൂ. പക്ഷേ നമ്മുടെ ഒഫീഷ്യൽ ആയ കാര്യങ്ങൾക്കല്ലാതെ നമ്മൾ പാതിരാത്രിക്ക് മൊബൈൽ യൂസ് ചെയ്തിട്ട് കുട്ടിയോട് കിടന്നുറങ്ങാൻ പറഞ്ഞാൽ അവൻ കിടക്കുവോ? അവള് കിടക്കുവോ? കിടക്കുവോ? ഇല്ല. ഞങ്ങളുടെ സ്കൂളിലെ നഖം നെയിൽ കട്ട് ചെയ്തിട്ട് നമ്മളിത് എല്ലാ അന്ന് ഞാൻ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്.
ആ സമയത്ത് എല്ലാ ഫ്രൈഡേയിലും ഇവർക്ക് നെയില് കട്ട് ചെയ്ത് അവർക്ക് പള്ളിയിൽ പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട്, മുസ്ലിം സഹോദരന്മാർക്കറിയാം. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഇവരുടെ നെയില് കട്ട് ചെയ്തതെന്ന് നോക്കണം. അപ്പൊ നമ്മൾക്ക് ടീച്ചേഴ്സ് ആയാലും ആരായാലും നമ്മള് നെയിലൊക്കെ ഇച്ചിരി നീട്ടി പോളിഷ് ഒക്കെ ചെയ്ത് കൊണ്ട് നടക്കും. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ആദ്യത്തെ 2 ആഴ്ച ഞാൻ എന്റെ കൈ ബാക്കിൽ കെട്ടിയിട്ട് അവരുടെ നെയില് പരിശോധിച്ചു. 3-ാമത്തെ ആഴ്ചയായപ്പോ ഞാൻ ഈ ചെയ്യണത് ശരിയല്ലല്ലോ എന്ന് എന്റെ ഉള്ളിൽ തോന്നി. പിന്നീട് അതിനുശേഷം ഞാൻ ഈ സാധനം നീട്ടിയിട്ടില്ല. വർഷം 10ആയി. ഞാൻ കുറച്ച് കഴിയുമ്പോൾ വെട്ടിക്കളയും. കാരണം ഞാൻ ആ കുട്ടികൾക്ക് ഞാൻ ചെയ്യാത്തൊരു കാര്യം ഒരിക്കലും എനിക്ക് കുട്ടിയെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും റോൾ മോഡൽ ആവേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ റോൾ മോഡൽ ആവാതെ നമ്മൾ ചെയ്യാത്തൊരു കാര്യം കുട്ടിയെ അടിച്ചേൽപ്പിച്ച കുട്ടി, ഇന്നത്തെ കുട്ടികൾ തീർച്ചയായിട്ടും ചോദിച്ചിരിക്കും, ടീച്ചർ അത് ചെയ്യുന്നല്ലോ, എന്തിന് ഞങ്ങളിൽ അത് ചെയ്യുന്നു? ചോദിച്ചതാ, കറക്റ്റ് ആയിട്ട് ചോദിച്ചതാ. കുട്ടി ഷൂസ് വിയർ ചെയ്തില്ല. ഷൂസും സോക്സും വിയർ ചെയ്യാത്തതിന് ഒരു കുട്ടിയോട് ചോദിച്ചപ്പോ എന്തുകൊണ്ട് ടീച്ചേഴ്സ് ഷൂസും സോക്സും വിയർ ചെയ്യുന്നില്ല? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ചോദിച്ചതാ. ആ ടീച്ചറിനെ പറയാൻ മറുപടി ഇല്ലായിരുന്നു. ഞങ്ങളുടെ സിസ്റ്റം അതല്ല മോളെ എന്ന് പറഞ്ഞ് ടീച്ചറെ രക്ഷപ്പെട്ടു. പക്ഷെ കുട്ടിയുടെ ചോദ്യം ന്യായമല്ലേ? നമ്മൾ ചെയ്യാത്തൊരു കാര്യം കുട്ടിയോട് നമ്മൾ നിർബന്ധം പറയുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ശരിയേട് ഉണ്ടാവൂലോ, ഇല്ലേ? ഞാൻ പറഞ്ഞു, നമ്മുടെ കുട്ടികളെ വളർന്ന് വലുതാകുമ്പോ അവനെ നമ്മൾ എത്രമാത്രം സ്നേഹിച്ചു, എത്രമാത്രം കെയർ ചെയ്തു, എത്രമാത്രം അവനെ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു, എത്രമാത്രം സ്വർണം വാങ്ങിക്കൊടുത്തു, എത്രമാത്രം വില കൂടിയ ഷർട്ട് വാങ്ങിക്കൊടുത്തു, 50,000 രൂപയുടെ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തോ എന്നതിലുപരി അവൻ ശ്രദ്ധിക്കുന്നത് നമ്മൾ എത്രമാത്രം അവന് ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയുണ്ട്. ഒരു ദരിദ്ര കുടുംബത്തില് അമ്മ രോഹിണിയാണ്. രോഹിണിയല്ല, രോഗിയാണ്. അമ്മയ്ക്ക് അസുഖമാണ്. രോഹിണിയല്ല കേട്ടോ, അമ്മയ്ക്ക് അസുഖമാണ്, രോഗിണി. ഓക്കെ. അപ്പൊ അമ്മയ്ക്ക് അസുഖമായിരുന്നു. അമ്മയ്ക്ക് വലിയ ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടി ഒന്ന് പുറത്തു പോയി നോക്കി, ഭക്ഷണത്തിന് വകയില്ല. പുറത്തു പോയി നോക്കി, അങ്ങനെ എവിടുന്നോ അവൻ മോഷ്ടിച്ച കുറച്ച് ഫുഡ് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. അമ്മയത് 2 പേരും കഴിച്ചു. പിന്നീട് ഈ കുട്ടി പല ദിവസങ്ങളിലും മോഷ്ടിച്ചു കൊണ്ടുവന്ന പണവും പാത്രങ്ങളും ചെറിയ ചെറിയ സ്വർണങ്ങളും എല്ലാം അമ്മയ്ക്ക് കൊടുത്തു. അവരുടെ അത്യാവശ്യം കഷ്ടപ്പാടൊക്കെ മാറി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാട്ടിലൊരു വലിയ മോഷണം നടന്നു. ഒക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു കഥയായിരിക്കും. അങ്ങനെ നമ്മുടെ ഈ കുട്ടിയെ, ആ കുട്ടി വലുതായി. ആ കുട്ടിയെ പോലീസ് പിടിച്ചു. ആ പോലീസ് പിടിച്ച സമയത്ത് ഈ മോൻ വലുതായിട്ടോ, മോനോട് പോലീസുകാർ ചോദിച്ചൊരു കാര്യമുണ്ട്. തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന പ്രതിയോടും അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും അല്ലേ? അങ്ങനെ ഇവനോട് ചോദിച്ചു. എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? പറയുവോ? നീ എന്തിനാ മോഷ്ടിച്ചേ? അതല്ലാതെ ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ കുറ്റബോധം ഇല്ലെന്നാണോ? അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? യെസ്, കറക്റ്റ്. അവസാനമായിട്ട് നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? നിന്നെ കൊണ്ടുപോവാണ്. കാരണം അത്രമാത്രം വലിയ ദ്രോഹങ്ങൾ അവൻ ചെയ്തു. നമ്മുടെ ഇന്നത്തെ പോലത്തെ പണം കൊടുത്ത ഊരി പോകുന്ന കേസൊന്നുമല്ല. ആ സിറ്റുവേഷൻ അല്ലെന്ന് വിചാരിക്കുക. ഉണ്ട്. അവൻ എന്തായിരിക്കും പറയാ? ഉണ്ട്. എന്താണ്? എനിക്ക് എന്റെ അമ്മയോട് സംസാരിക്കണം. അവൻ ചെന്ന അമ്മയുടെ ചെവി കടിച്ചു പറിച്ചു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ആളുകളെല്ലാം സ്തബ്ധരായി. എന്തുകൊണ്ടാണ്? ഇവൻ എന്താണ് പെറ്റ അമ്മയോട് ഇങ്ങനെ ചെയ്തത്? ആ കുട്ടി പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ചെറിയ കാര്യങ്ങൾ, ചെറിയ കളവ് ചെയ്ത് പണം കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്തപ്പോൾ എന്നെ തിരുത്തിയിരുന്നുവെങ്കിൽ എനിക്ക് ഇന്നീ ഗതി വരികയില്ലായിരുന്നു എന്നാ കുട്ടി പറഞ്ഞപ്പോ അവിടെ നിന്ന ആളുകളുടെ എല്ലാവരുടെയും കണ്ണുകൾ ഇറങ്ങി. ശരിയല്ലേ അവൻ പറഞ്ഞത്? അന്ന് ആ അമ്മ തിരുത്തിയിരുന്നുവെങ്കിൽ അവൻ ഒരുപക്ഷെ ഇന്ന് കുറ്റവാളിയായിട്ട് നാട്ടുകാരുടെ മുന്നിൽ നിൽക്കേണ്ടി വരില്ലായിരുന്നു. നമ്മുടേതായ ലോകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം.
അങ്ങനെ നമ്മൾ നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ ആത്മവിശ്വാസമുള്ളവരായിട്ട് അവരുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അവരെ കെൽപ്പുള്ളവരാക്കി, നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാനും, പെൺകുട്ടികളെ ആണെങ്കില് എടി എന്ന് വിളിച്ച കരഞ്ഞോണ്ട് പോകാതെ ആരടാ എന്ന് തിരിച്ചു ചോദിക്കാൻ പാകത്തിന് വളർത്തുന്ന മാതാപിതാക്കളായിട്ട് നമുക്ക് മാറണം. അങ്ങനെ മക്കളെ ചേർത്ത് പിടിക്കുന്ന മാതാപിതാക്കളാവുകയാണെങ്കിൽ അവരെ അറിയുന്ന, അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന, അവരെ ഏതാപത്തിലും ഞാനുണ്ട് മോനെ, നിനക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഒരു ഫോൺ കോളിനപ്പുറത്ത് അമ്മയുണ്ട് അല്ലെങ്കിൽ അച്ഛനുണ്ട് എന്ന് പറഞ്ഞ് മക്കൾക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ പറ്റുന്ന മാതാപിതാക്കളായി നമ്മൾ ഇന്ന് മക്കളെ നോക്കുകയാണെങ്കിൽ നാളെ ഒരു മക്കളും അച്ഛനമ്മമാരെ ഓർഫനേജിലോ ഓൾഡ് ഏജ് ഹോമിലോ കൊണ്ടാക്കുകയില്ല. നമ്മൾ കേരളത്തിലെ കണക്കെടുക്കുകയാണ്, ധാരാളം ഓൾഡ് ഏജ് ഹോമുകളുണ്ട് അല്ലേ, ഒരുപാട് ഓൾഡ് ഏജ് ഹോമുകളുണ്ട്. പക്ഷെ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല, നമ്മൾ നമ്മുടെ മക്കളെ ആത്മവിശ്വാസമുള്ളവരായി, സ്നേഹം പകർന്നു കൊടുക്കുന്നവരായി, ബഹുമാനിക്കുന്നവരായി, സ്വന്തം പെറ്റ അമ്മയെ ബഹുമാനിക്കാൻ കഴിയുന്ന ഒരു കുട്ടിക്ക് മറ്റ് സ്ത്രീകളെയും ബഹുമാനിക്കാൻ കഴിയും. എന്നെ ബഹുമാനിക്കാൻ കഴിയാത്ത എന്റെ കുട്ടിക്ക് മറ്റൊരു സ്ത്രീയെ ബഹുമാനിക്കാൻ കഴിയില്ല. അവന്റെ മുന്നിൽ നിൽക്കുന്ന ടീച്ചേഴ്സ് ആവട്ടെ, ആരും ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ നമ്മുടെ മക്കളെ, സ്ത്രീകളെയും ഒപ്പം പുരുഷന്മാരെയും മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക, എക്സ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ലേഡീസ് പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുന്നവരാക്കാം, അവരെ സ്നേഹിക്കുന്നവരാവാം, അവർക്ക് നല്ല വഴികൾ പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കളായി നമുക്ക് മാറാം. എന്നത്തെ എന്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വരികളിൽ നിന്നും എനിക്കും നിനക്കും നമ്മുടേതായ ലോകമുണ്ട് എന്നതിലേക്ക് മാറാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് സന്ധ്യ മാം. പാരന്റിങ്ങും പാരന്റിങ് റിലേറ്റഡ്. സന്ധ്യ മാം പോയോ? സന്ധ്യ മാം എവിടെ പോയി? എസ്കേപ്പ് ആയി. അത് കൊള്ളാലോ. സന്ധ്യ പോയോ? സന്ധ്യ മാം ലെഫ്റ്റ് അടിച്ചു പോയതാ. ഇല്ലേ, ഞങ്ങള് നോക്കുമ്പോ കാണാനില്ല. അല്ല, ഞാൻ പറയുന്നു, പാരന്റിങ് എന്ന് പറയുന്ന വിഷയം കുട്ടികളെ സംബന്ധിച്ചും പാരന്റ്സിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ പലപ്പോഴും നമ്മൾ സെഷനുകളും ക്ലാസ്സുകളും കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ നമ്മള് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു പാരന്റിങ് പഠിച്ച് വളർത്തിയ പാരന്റ്സ് അല്ലാത്തവരിൽ നിന്ന് വളർന്നവർ നമ്മൾ ആലോചിക്കാറുണ്ട്, നമ്മളൊക്കെ അങ്ങ് വളർന്നില്ലേ, അതുപോലെ പിള്ളേർ വളർന്നോളേ, ഇതിങ്ങനെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ ഇന്നത്തെ ജനറേഷനിലുള്ള മക്കളെ വളർത്തണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സോഷ്യൽ മീഡിയ അതൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മൾ പഠിച്ചിരിക്കണം. അറിയാത്ത കാര്യം നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു വിഷയത്തിലേക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ, ഫീഡ്ബാക്ക് നൽകാനുണ്ടെങ്കിൽ ഈ ഒരു സമയം ഉപയോഗിക്കാവുന്നതാണ്. സന്ധ്യ മാം, എന്തോ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു പാരന്റിങ്ങിനെ കുറിച്ച്. എങ്ങനെ ഒരു പാരന്റ്സ് എങ്ങനെ കുട്ടികളെ വളർത്തണം, അതൊക്കെ വളരെ മനോഹരമായിട്ട് അർച്ചന മാമിന്റെ ഭാഷയിൽ പറഞ്ഞാല് പ്രോപ്പർ വോയിസ് മോഡുലേഷനിൽ നിർത്തി മനസ്സിലാക്കത്തക്ക വിധത്തിൽ ജസ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ച് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കിയിട്ട് പറഞ്ഞു തന്നു. പിന്നെ ആക്രോണിംസ് ഒക്കെ വളരെ നന്നായിരുന്നു. ഫോർ പാരന്റ്സ് ആൻഡ് ഫോർ ചിൽഡ്രൻ, അത് വളരെ അർത്ഥവത്താണ്. ഇന്നത്തെ ലോകത്തില് കുട്ടികളൊക്കെ നന്നായിട്ട് വളരണം എന്നാണ് എല്ലാവർക്കും ആവശ്യം. പക്ഷെ പലപ്പോഴും പാരന്റ്സിന് അതിനുള്ള സമയം ഉണ്ടാകാറില്ല, വർക്കിംഗ് പാരന്റ്സ് ആയതുകൊണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമുക്കും എല്ലാവർക്കും ഒരു ലോകം, നല്ലൊരു ലോകം ഉണ്ടാകട്ടെ എന്നുള്ള ആ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയെ മാറ്റി മറിച്ച് പറഞ്ഞ് അതും വളരെ നന്നായിരുന്നു കേട്ടോ. എല്ലാം കൊണ്ടും വളരെ നന്നായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാം. ഞാൻ നിങ്ങളുടെ ബാച്ചിൽ ആരെങ്കിലും ഒക്കെ പറയട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യണതാണ്. ആരും പറയാനില്ലെങ്കിൽ
ഒന്നും പറയാനില്ല. എന്താ പറയണ്ടേ സന്ധ്യ? സന്ധ്യ ഒരു ബെസ്റ്റ് ട്രെയിനറാണ്, എനിക്ക് വണ്ടി അറിയാം. അപ്പോൾ ഓരോ തവണ പാരന്റിങ്ങിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ എടുക്കുമല്ലോ പാരന്റിങ്. അപ്പം നമ്മൾ എപ്പോഴും കുട്ടികൾ ഒരിക്കലും ചിൽഡ്രൻസ് ആർ നോട്ട് ഫ്രം അസ് ബട്ട് ത്രൂ അസ് എന്നാ പറയാറ്. അതൊന്നും അറിയാതെയാണ് എൻ്റെയൊക്കെ പാരന്റിങ് കഴിഞ്ഞത് കേട്ടോ. അതെൻ്റെയൊക്കെ പാരന്റിങ് കഴിഞ്ഞതാണ്. അപ്പൊ ഇപ്പൊ പല കാര്യങ്ങളും ഓരോ സെഷൻ കേൾക്കുമ്പോഴും ഞാൻ റിഗ്രറ്റ് ചെയ്യും. ഞാൻ ശരിയായോ ഒരു പാരന്റ് എന്ന നിലയിൽ എൻ്റെ സ്ഥാനം എന്തായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ പലപ്പോഴും ഓർക്കും. ഞാൻ അവിടെ പോയിട്ട് ഒരു തിരുത്തൊന്നും പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും വർക്കിംഗ് ഒക്കെ ആയിരുന്ന കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പൊ അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ലാത്തതിനോട് ഭാഗ്യമായി, അല്ലെങ്കിൽ ഞാനൊക്കെ പെട്ടുപോയിട്ട് ശരിക്കും. അപ്പൊ ഇപ്പോഴും അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ മാതിരി ഇനിയുള്ള പാരന്റ്സിന് ശരിക്കും ഇങ്ങനെ കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സന്ധ്യയെ കുറിച്ചൊന്നും പറയാനില്ല, നല്ല ട്രെയിനറാണ്, നന്നായി എടുത്തു. നല്ല സെഷനായിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. സന്ധ്യ മാം, എന്തോ ഗുഡ് ഈവനിങ്. കൺഗ്രാറ്റുലേഷൻസ് ആദ്യം തന്നെ. വളരെ നന്നായിട്ട്, താങ്ക് യു. വളരെ എന്താ പറയാ, എല്ലാവരും താല്പര്യത്തോടെ കേട്ടിരിക്കുന്ന പോലെ, കഥ പറയുന്ന പോലെ കഥകൾ പറഞ്ഞു, സ്വന്തം അനുഭവങ്ങൾ പറഞ്ഞു, എന്തെല്ലാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇത്രയും സമയം കൊണ്ട്. മൊബൈൽ യൂസേജിനെ പറ്റി നമ്മൾ നോക്കിക്കൊണ്ടിരുന്നിട്ട് മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ കുറച്ചു ദിവസം ഫ്രീ ആയി കൊടുത്തിട്ട് പിന്നെ പെട്ടെന്ന് റെസ്ട്രിക്ഷൻസ് വരുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ട് വരും. പിന്നെ ആ മകൻ അമ്മയെ അത് ഞാൻ മുമ്പ് എപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും അവസാനം അവന് എന്റെ ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് അമ്മ തന്നെയല്ലേ കാരണം എന്ന് പറയുമ്പോഴാണ് ചെറുപ്പത്തിൽ നമ്മള് കൊച്ചു കുട്ടികളെ പല കാര്യങ്ങളും എന്റർടൈൻ ചെയ്യുന്നത് ഭാവിയിൽ അവരെ എത്രമാത്രം ദോഷമായി ബാധിക്കും എന്നുള്ളതും, പിന്നെ അക്രോണിംസ് എല്ലാം യൂസ് ചെയ്തത്, അതുപോലെ കുഞ്ഞുണ്ണി മാഷിന്റെ കവിത ഒക്കെ എല്ലാം മനോഹരമായി, നല്ല എന്താ പറയാ, പ്ലസന്റ് ആയിട്ട് പറഞ്ഞ ടെൻഷൻസ് ഒന്നും ഇല്ലാതെ ക്ലാസ് നല്ല രസമായിട്ട് ചെയ്തു. അഭിനന്ദനങ്ങൾ കേട്ടാ. ഇനിയും താങ്ക് യു ഒരുപാട് മാം. സെഷൻസ് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു മാം. അർച്ചന മാം. അർച്ചന മാം അവസാനം പറയും, ബാക്കി എല്ലാരും പറഞ്ഞു കഴിഞ്ഞിട്ട്. ആരൊക്കെയാ ഉള്ളതെന്ന് എനിക്കറിയില്ല. ഒരുപാട് ഇനി പേരുണ്ട്. ആരെങ്കിലും ആഡ് ഓൺ ചെയ്യാനോ ഫീഡ്ബാക്ക് കൊടുക്കാനോ ഉണ്ട് മാം, എന്നുണ്ടെങ്കിൽ ആൻ മാം, ജിജി കണ്ടിന്യൂ മാം ചെയ്യാം. എന്റെ ക്ലാസ്മേറ്റ്സിനെ ഞാൻ സന്ധ്യ മാം, വിളിക്കുന്നു, അതുകൊണ്ടാ. ജിഷ്ണു മാം, പേര് എല്ലാവരും പറഞ്ഞു. ഉണ്ട്. സന്ധ്യ മാം, രജനി മാം. എനിക്ക് സ്റ്റാർട്ടിങ് കയറാൻ പറ്റിയില്ലായിരുന്നു. ലിങ്ക് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് കയറിയത്. സ്റ്റാർട്ടിങ് കേൾക്കാൻ പറ്റിയത് എനിക്കൊരു വിഷമം തോന്നി. എന്തായാലും റെക്കോർഡ് ഞാൻ ഒന്നും കൂടെ കേൾക്കും. കാരണം ഒരു പാരന്റിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്ട് നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മുടെ ആ പാരന്റിനെ ടച്ച് ചെയ്തുകൊണ്ടാണ് അത് കംപ്ലീറ്റ് പറയുന്നത്. അത് നല്ലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ നല്ലതായിട്ട് നമ്മുടെയൊക്കെ പാരന്റിങ് കഴിഞ്ഞെങ്കിൽ കൂടെ നമുക്ക് ഇനി ഭാവിയിൽ നമ്മുടെ മക്കൾക്കെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് പല കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്ത് പറഞ്ഞത് വളരെ അത് സ്വന്തം ലൈഫ് എക്സ്പീരിയൻസിലൂടെയും അതുപോലെ പല എക്സാമ്പിളിലൂടെയും കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളിലൂടെയൊക്കെ പറഞ്ഞപ്പോഴത് ആ സെഷൻ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. സോ കൺഗ്രാറ്റുലേഷൻ. ഭാവിയിൽ താങ്ക് ഇതുപോലെ യു. ഒരുപാട് നല്ല നല്ല സെഷൻസും ഭാവിയിൽ നല്ല ട്രെയിനറായിട്ട് തന്നെ മുന്നോട്ട് വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. സന്ധ്യ മാം, ആൻ ഞാൻ എന്തോ ബിജി പറയൂ. നന്നായിരുന്നു. ഞാനൊരു യാത്രയിലായിരുന്നു, അതുകൊണ്ട് ഒരു ആ, 7:30 ശരിക്കും വണ്ടിയിലിരുന്നാണ് കേട്ടത്, അതുകൊണ്ടാണ് വീഡിയോ ഓൺ ചെയ്യാഞ്ഞത്. ആ, കേൾക്കുന്നുണ്ടായിരുന്നു. ആ. നല്ല സെഷനായിരുന്നു. പറഞ്ഞ പോലെ എന്താ 15-ാം തീയതി പ്രോഗ്രാം, 16-ാം തീയതി പ്രോഗ്രാം, ആകപ്പാടെ എനിക്ക് ടെൻഷനാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോ ഞാൻ ഓർത്തു, അയ്യോ ഇത്രയും ടെൻഷൻ എടുത്ത ആളാണ് ഇത്ര ഫ്രീ ആയിട്ട്. അപ്പൊ ഇത് നീട്ടി വെച്ചിരുന്നെങ്കിൽ അപ്പൊ എന്താ ആകുമായിരുന്നു? ഇത്രയാണെങ്കിൽ തന്നെ ഇത്രയും, അപ്പൊ എന്തായിരുന്നു ഭാവിയിൽ മാറ്റി വെച്ചിരുന്നെങ്കിൽ അല്ലേ? അപ്പൊ എന്തായിരുന്നാലും നല്ലൊരു സെഷൻ, നല്ല രീതിയിൽ ഒത്തിരി കാര്യങ്ങള് പേരൻസിന്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനകത്തെ പേരൻസ് ഒക്കെ വളർന്നു പോയ പേരൻസാ. കുഞ്ഞു പേരൻസ് ആയിട്ടിരിക്കുന്ന എനിക്ക് അച്ഛനമ്മൊക്കെ ഉള്ളെന്ന് തോന്നുന്നു കുഞ്ഞു പേരന്റ് ആയിട്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരും പ്രായമായ പേരൻസാ. അപ്പൊ അപ്പോ നല്ല നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. സബീന മാം ഉണ്ട്. സന്ധ്യ മാം, ഓക്കെ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. നന്നായിരുന്നു, നന്നായി പ്രസന്റ് ചെയ്തു. ഞാൻ ആദ്യമേ കയറിയിരുന്നു, ഞാൻ വണ്ടിയിലായിരുന്നോണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തത്. ഇപ്പൊ ജസ്റ്റ് റീച്ച്. സോ നല്ലായിരുന്നു. നല്ല രീതിയിൽ നല്ല പ്ലസന്റ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു.
നമുക്കെല്ലാം എസ്പെഷ്യലി എന്നെ പോലുള്ള വ്യക്തിക്ക് കൂടുതൽ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എടുക്കാനുണ്ട്. പാരന്റിന്റെ റോളിൽ ഇരുന്നുകൊണ്ടാണെങ്കിലും ഒരു ടീച്ചറിന്റെ റോളിൽ ഇരുന്നുകൊണ്ടാണെങ്കിലും ഒത്തിരി ടേക്ക് അവേസ് കിട്ടി. ഈ പറഞ്ഞ പോലെ അക്രോണിംസ് ഒക്കെ യൂസ് ചെയ്ത് നല്ലതായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ചെക്ക് ലിസ്റ്റിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് മനസ്സിലായി. പറഞ്ഞ ഫൈസൽ സാറിന്റെ അർച്ചന മാമിന്റെ ഒക്കെ എല്ലാ ഇൻസ്ട്രക്ഷൻസും അപ്പാടെ സ്വീകരിച്ചു. ഏതായാലും ഇനിയും ഒത്തിരി ഒത്തിരി വേദികൾ ട്രെയിനിങ്ങിന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലതായിട്ട് ചെയ്തു കേട്ടോ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഹലോ സന്ധ്യ മാം, പറയൂ സ്വപ്ന മാം. താങ്ക് യു മാം. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. സാധാരണ പാരന്റിങ് ക്ലാസ് ഇപ്പം അടുത്ത് ഞാനൊരു പാരന്റിങ് ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ വെച്ച് എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നി. കാരണം അതിൽ ഒരുപാട് എന്താ പറയുക, ക്രിയേറ്റീവായിട്ട്, അങ്ങനെയല്ല, ഈ ആൽഫ മാംസ്, ബീറ്റ മാംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ പോയിന്റ് ആയിട്ട് പറഞ്ഞു. പക്ഷെ മാമിൻ്റെ ക്ലാസ് സാധാരണ രീതിയിൽ സാധാരണ അമ്മമാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ഏത് പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും അങ്ങനെയൊന്നും അല്ലാണ്ട് സാധാരണ വീട്ടമ്മമാർക്ക് കേട്ടിരുന്നാലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് ഉപകാരപ്രദമായി. താങ്ക് യു മാം. താങ്ക് യു മാം. സന്ധ്യ മാം, ആൻഡ് ഗുഡ് മാം, ഈവനിങ്. എന്തോ ഗുഡ് ഗുഡ് ഈവനിങ്. ഈവനിങ് മാം. ഞാൻ ഞാൻ ഇത്തിരി കുറേ ലേറ്റ് ആയിട്ട് ആയി പോയി. വിളിക്കുന്നു. ഏ ഞാൻ 2-3 വട്ടം വിളിച്ചു ആൻഡ് മാം എന്ന്. ആണോ? ഞാൻ ഇച്ചിരി ലേറ്റ് ആയി പോയി ജോയിൻ ചെയ്യാം. അപ്പൊ പറയുന്ന വേണ്ടിയോ പകുതി കേട്ടില്ല. എന്തായാലും റെക്കോർഡ് കേൾക്കും. പക്ഷെ കേട്ടോടത്തോളം വളരെ സൂപ്പർ ആയിരുന്നു. ആസ് യൂഷ്വൽ സന്ധ്യ മാമിന്റെ ഈ പ്രസന്റേഷൻ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്ലിയർ ആയിട്ട് ആ പറയുന്ന രീതി വളരെ സൂപ്പർ ആണ്. നല്ല പോയിന്റ്സ് ആയിരുന്നു. പിന്നെ കുഞ്ഞുമാരുടെ ആ കവിത സൂപ്പർ ആയിരുന്നു. ഓൺ ദ ഹോൾ വെരി നൈസ്. കൺഗ്രാറ്റുലേഷൻസ് മാം. താങ്ക് യു മാം. രജനി മാം ഉണ്ട്. 24th ബാച്ചിന് രജനി മാം ഉണ്ട്, സ്നേഹ മാം ഉണ്ട്. ഒന്ന് പറയോ? ഓക്കെ, അവര് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ലെന്ന് ആയിരിക്കില്ല. തോന്നുന്നു. അപ്പൊ നമുക്ക് ടൈമിന്റെ ഒരു പരിധി വെച്ചിട്ട് നമുക്ക് പതുക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പം പറയൂ. പാരന്റിങ്, നേരത്തെ പറഞ്ഞതുമാതിരി പാരന്റിങ്ങിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ടെങ്കിൽ എത്ര അധികം പാരന്റിങ്ങിന്റെ ക്ലാസ്സുകൾ കേട്ടാലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സിൽ നിന്ന് പാരന്റ്സിന് 1-2 പോയിന്റ് എങ്കിലും ഉൾക്കൊള്ളാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരുടെ പാരന്റിങ് സ്റ്റൈലിനെ ഒന്നും കൂടി ഒന്ന് വാല്യൂ ചെയ്യാനും മാറ്റാനും സഹായിക്കും എന്നുള്ളതാണ്. സോ ആ ഒരു വിഷയം വളരെ മനോഹരമായി തന്നെ കൈകാര്യം ചെയ്ത സന്ധ്യ മാമിന് നല്ലൊരു ഇൻട്രോ തന്ന നമ്മുടെ സ്നേഹ മാമിന് ഒരുപാട് നന്ദി. ഇതുപോലെ മറ്റൊരു ട്രെയിനറുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇതുപോലെ തന്നെ വന്ന് അന്നും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. താങ്ക് യു.